എൻ്റെ അടുത്ത് ചിലരൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കുറേ കാലമായിട്ട് അഭിനയിക്കുന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് എന്തിനാണ് ഈ വർക്ക്ഷോപ്പ്? പക്ഷെ അങ്ങനൊന്നും അല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ വന്നത്, ഇന്നലെ വരാത്തത് ഭയങ്കര ഒരു അബദ്ധമായി പോയി, ഭയങ്കര ഒരു ഫീൽ എനിക്ക് തോന്നി. പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ പോസ്റ്റേഴ്സ്, ജെസ്റ്റേഴ്സ്, ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി. നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നു എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റി. ഇത് പറഞ്ഞ പോലെ തന്നെ 2 ദിവസമല്ല, കുറച്ചുകൂടെ കൂടുതൽ വേണമായിരുന്നു. ഒരു സ്കൂളിൽ വന്ന ഫീലായിരുന്നു. അതായത് വീണ്ടും പഠിക്കാൻ വന്നൊരു ഫീൽ, ഇനിയും പഠിക്കാൻ തോന്നുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു ഫീൽ ചെയ്ത് നമ്മളെല്ലാവരും ഒരു സിനിമയിൽ എടുത്തു ദിവസം കൊടുത്തത്. അവിടെ തന്നെ ആദ്യം വരുന്ന ദിവസം തലേദിവസം വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പോണോ വേണ്ടയോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡിസ്റ്റൻസിൻ്റെ കുറച്ച് പ്രശ്നം എല്ലാം കൊണ്ടും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് നാളെ എങ്ങനെയെങ്കിലും ആയിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളും കൂടി വന്നിട്ട് സാറിനോട് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കണം എന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയും പപ്പയും എല്ലാവരും അവർക്ക് കുറേ എന്നെ സഹായിച്ചു, അവർക്ക് സപ്പോർട്ട് ചെയ്തു. അതേപോലെ അവരിൽ ഇത്ര നേരം നിൽക്കുമ്പോൾ ഒക്കെ വിഷമമായിരുന്നു. കാരണം അവർക്ക് വെറുതെ നിൽക്കുമ്പം മനസ്സിൽ ശരിക്കും വിഷമമുണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല. കുറേ കാലമായിട്ട് ഞാൻ എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ശരൺ സാർ പിന്നെ എന്തിനു വന്നു നിങ്ങൾ എന്നൊരു ആദ്യം ഒരു മിനിറ്റ് പെട്ടെന്ന് പറയാൻ വന്നു. ഞാൻ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിവിടെ ഒരു അതിനിപ്പോൾ എത്ര പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതുപോലൊരു നല്ലൊരു ടീമിനെ കിട്ടാനോ അല്ലെങ്കിൽ ഇതുപോലൊരു സാഹചര്യം കിട്ടാനോ നമുക്ക് പലപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. സോ ഐ എം റിയലി എൻജോയിങ് ദിസ് ടീം. എന്നിട്ട് അവള് ഷമീർ സാറിന്റെ വർക്ക്ഷോപ്പ് അതിന് മുന്നേ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്ത് നോക്ക്, ഇതിലെന്തായാലും പോകണ്ട. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ കഴിഞ്ഞ ഇന്നലെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എനിക്ക് കുറേ സെൽഫ് ഡൗട്ടും ഇൻഹിബിഷൻസും അങ്ങനെ എന്തൊക്കെ കുറേ ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. ആക്ടിങ്ങിൻ്റെ കാര്യത്തിലല്ല, പൊതുവെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഒരു മാറ്റം വരുമോ, ഈ പ്ലാറ്റ്ഫോം ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ എന്നുള്ളൊരു ആലോചനയിലാണ് ജോയിൻ ചെയ്തത്. താങ്ക് യു. എല്ലാവർക്കും നല്ല ഗ്രൂപ്പായിരുന്നു, നല്ല സന്തോഷം. എല്ലാവരും നമ്മൾ പലപ്പോഴും കൈ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പോകുന്നുണ്ടല്ലോ, വേറെ കെട്ടരുതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ഞാൻ താത്തിക്കൊണ്ട് ഇങ്ങനെയൊന്നും വെക്കാതെ ഇങ്ങനെയൊക്കെ വെച്ചോണ്ടിരിക്കുക. സത്യമാണ്, എന്തെങ്കിലും ഒരു സാധനം അഭിനയിക്കാൻ പറയുമ്പോൾ പലപ്പോഴും പലരും കൈ ഇങ്ങനെയൊക്കെ ഈ കൈ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എല്ലാവരുടെ കഴിവും അവരെ ഈക്വലി ബാലൻസ് ചെയ്ത് അവരെ പുഷ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കഴിവാണ്. അപ്പോൾ അത് ശരൺ സാർ എല്ലാവരെയും ഈക്വലി പുഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് അലക്കും ബഹളവും ഒക്കെ കാണിച്ചാൽ പോലും ആരോടും ദേഷ്യം കാണിക്കാണ്ട് നമുക്ക് വേഗം റെഡിയാക്കാം, സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് പോയി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു ശരൺ സാറ്. എൻ്റെ ഒരു ടീനേജറിനെ സ്കൂൾ സമയത്ത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ അഭിനയിക്കുന്ന കാര്യം. കാരണം ഇതുപോലെ വന്ന് സംസാരിക്കാനോ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പറയുന്നത് സ്കൂളിൽ പ്രോഗ്രാംസ് ഉണ്ടാവും, അങ്ങനത്തെ ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സമയമാണെങ്കിൽ മോർണിംഗിനായാലും മാനന്തത്തിനൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ പുറത്തുള്ള ലിമിറ്റേഷൻസിനെക്കാട്ടും കൂടുതൽ ഞാൻ എന്തിനും ഒത്തിരി ലിമിറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ ഓരോരോ നമുക്കിങ്ങനെ ഓരോരുത്തർക്ക് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ ഓരോ ഷെല്ലായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോഴും എൻ്റെ ബോഡിയിൽ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ആ ഷോളിട്ട് അവിടെ കിടക്കാൻ, അങ്ങനെ ആ രീതിയിൽ അതേ ഷേപ്പിൽ കിടക്കാനൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നത് പോലെ തന്നെയായിരുന്നു. അപ്പം എന്നെ തന്നെ എന്താ പറയുക, കുറച്ചും കൂടി ഒരു ഷെല്ലും കൂടി പൊളിച്ച് പുറത്തേക്ക് വരാൻ എനിക്ക് 2 ദിവസം കൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, കുറച്ചും കൂടി വേണമായിരുന്നു. എനിക്ക് ഇനിയും എന്തൊക്കെയോ മാറാനുണ്ട്, കിട്ടാനുണ്ട് എന്നുള്ള തോന്നുന്നുണ്ട്.